ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 16 തുടങ്ങി പേജ് നമ്പർ 20 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ദിസ് വീഡിയോ മെയിൻലി ഡിസ്കസസ് ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്, ദെയർ സബ് ഡിവിഷൻസ് ആൻഡ് പൂർവാചൽ ഹിൽസ്. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഹൗ ആർ ഹോട്ട് സ്പ്രിങ്സ് ഫോംഡ്? ചൂട് നീരുറവകൾ എങ്ങനെ രൂപപ്പെടുന്നു? ആൻസർ: റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ എർത്ത് ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ ഇൻ ഏരിയാസ് വെയർ മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ്, ദാറ്റ് മീൻസ് ഓറോജനിക് പ്രോസസ്സസ് ആർ ആക്റ്റീവ്. The subsurface rock layers get heated up and these rock layers warm up the groundwater. The groundwater thus warmed rises to the surface as hot springs. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൂമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഡ്യൂൺസ്? ആൻസർ: ദ ഫ്ലാറ്റ് വാലീസ് സീൻ ഇൻ ബിറ്റ്വീൻ ദ ലെസർ ഹിമാലയാസ് ആൻഡ് ദ ശിവാലിക് ഹിൽ റേഞ്ചസ് ആർ ഡ്യൂൺസ്. ഡെറാഡൂൺ ഇൻ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഈസ് ഫേമസ് എമംഗ് ദീസ്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കിടയിലും കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡ്യൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കോൾഡ് ബുഗ്യാൽസ്? ആൻസർ: ദ ആൽപൈൻ സമ്മർ മെഡോസ് അലോങ് ദ ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ് ഓഫ് ഉത്തരാഖണ്ഡ് ഹിമാലയ ആർ കോൾഡ് ബുഗ്യാൽസ്. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. എക്സാമ്പിൾ: ദയാര ബുഗ്യാൽ, ഗോർഡോൺ ബുഗ്യാൽ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് നോൺ ആസ് ട്രാൻസ്ഹ്യൂമൻസ്? ആൻസർ: ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് ഹേർഡ്സ് അലോങ് വിത്ത് ദെയർ ഡൊമസ്റ്റിക് അനിമൽസ് ഫ്രം വൺ ഗ്രേസിംഗ് ഗ്രൗണ്ട് ടു അനദർ ഈസ് നോൺ ആസ് ട്രാൻസ്ഹ്യൂമൻസ്. ആട്ടിൻകൂട്ടങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനമാണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ: മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ. നെക്സ്റ്റ് വൺ, നെയിം ദ ഹയസ്റ്റ് പീക്ക് ഇൻ ആസാം ഹിമാലയാസ്. ആസാം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര്? നാംച ബർവ. നെക്സ്റ്റ് വൺ, നെയിം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ടിബറ്റ്. ടിബറ്റിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ആൻസർ: ലാസ. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ബ്രീഫ് നോട്ട് അബൌട്ട് പൂർവാചൽ ഹിൽസ്. പൂർവാചൽ കുന്നുകളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ: ദ ഹിൽസ് ഹാവിംഗ് ആൻ ആവറേജ് എലവേഷൻ ഓഫ് 500 to 3000 meters above mean sea level are known as പൂർവാചൽ ഹിൽസ്. Of these, the most important are Patkai-Bum, the Naga Hills, the Mizo Hills and the Manipur Hills. Cherrapunji and Mausinram located here receive the highest rainfall in the world. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ പട്കൈബം, നാഗ കുന്നുകളും മിസോ കുന്നുകളും മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സെൻട്രൽ ഹിമാലയാസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ആൻസർ: നേപ്പാൾ ഹിമാലയ. നെക്സ്റ്റ് വൺ, ഈസ്റ്റേൺ ഹിമാലയാസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ആസാം ഹിമാലയാസ്. Next one, what is called Fumdi? Answer: the small islands formed in the lake by the floating organic matter along with the soil are called Fumdi. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് ഫുംഡി. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്ത ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.